ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റേഷ്യോ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് റേഷ്യോ ടെസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് റേഷ്യോ ടെസ്റ്റ് എന്ന് നോക്കാം. ലെറ്റ് സിഗ്മ ഈക്വൽ ടു 1 to infinity ai be a series and suppose that limit I tends to infinity modulus value of ai by ai minus 1 exists. അപ്പോൾ സീരീസ് ദെൻ ഈ റേഷ്യോ എടുക്കുക, ith ടേമിൻ്റെയും i മൈനസ് 1th ടേമിൻ്റെയും റേഷ്യോ എടുക്കുക, എ ഐ ബൈ എ ഐ മൈനസ് 1, അതിൻ്റെ ലിമിറ്റ് എടുക്കുക, ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ ടെസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ഇതാണ്: ഇഫ് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ ഐ ബൈ എ ഐ മൈനസ് 1 ലെസ് ദാൻ 1 then the series converges. അപ്പോൾ ഈ വാല്യൂ ലെസ് ദാൻ 1 ആണ് എങ്കിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യും. വെറുതെ കൺവേർജൻസ് മാത്രമല്ല, അവിടെ ആബ്സല്യൂട്ട് കൺവേർജൻസും കൂടി കിട്ടും. ഇനി ഈ ലിമിറ്റിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഫൈനൈറ്റ്, 1നേക്കാളും വലിയ ഏതെങ്കിലും ഫൈനൈറ്റ് വാല്യൂയോ ഇൻഫിനിറ്റിയോ ഒക്കെ ഏതെങ്കിലുമൊക്കെയാണ് എങ്കിൽ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ശരിക്കും ഇൻഫിനിറ്റി വന്നാൽ തന്നെ അത് ഡൈവേർജ് ചെയ്യും എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. ഈക്വൽ ടു 1 ആണ് എങ്കിൽ, ഈ ലിമിറ്റിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. കൺക്ലൂസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഈ ടെസ്റ്റ് അവിടെ സക്സസ് ആവില്ല, ടെസ്റ്റ് ഫെയിൽ ആവും, ഒന്നും പറയാനായിട്ട് പറ്റില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയുള്ള സീരീസുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ടെസ്റ്റ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഈ ടെസ്റ്റ് വെച്ച് നമുക്ക് അതിൻ്റെ കൺവേർജൻസോ ഡൈവേർജൻസോ പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും, ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ടെസ്റ്റ് ഫെയിൽ ആവും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വരുന്നത്. ഇനി ലെസ് ദാൻ 1 ആണെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട്, വെറുതെ കൺവേർജൻസ് മാത്രമല്ല, അവിടെ ആബ്സല്യൂട്ട് കൺവേർജൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ്: 2 plus 2 square by 2 raised to 8, 2 cube by 3 raised to 8, 2 raised to 4 by 4 raised to 8 plus etc. ഇതാണ് പ്രോബ്ലം. അപ്പം അതിനൊന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ. അതിൽ 2 പ്ലസ് ആ വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്ററിൽ കണ്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്കെപ്പോഴും ith ടൈം കണ്ടുപിടിക്കാൻ എളുപ്പം ഈ ഒരു ഫോം തന്നെയായിരിക്കും, ഫസ്റ്റത്തെ ഫോം തന്നെയായിരിക്കും ith ടൈം കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിട്ട് വരിക. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് ith ടേം എഴുതാം നമുക്ക്. എ ഐ ഈസ് ഈക്വൽ ടു 2 raised to i ഡിവൈഡഡ് ബൈ i raised to 8. 2 raised to i നോക്കി, ഇവിടെ 2 raised to 1 ഡിവൈഡഡ് ബൈ i raised to 8 എന്ന് പറയുമ്പോൾ 1 raised to 8, അത് 1 തന്നെ വരും, അതുകൊണ്ട് ഇവിടെ 2 മാത്രമേ ഉള്ളൂ. പിന്നെ ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 2 raised to 2 ഡിവൈഡഡ് ബൈ 2 raised to 8. പിന്നെ ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ 2 raised to 3 divided by 3 raised to 8. ഐയുടെ വാല്യൂ 4 ആവുമ്പോൾ 2 raised to 4 divided by 4 raised to 8. അപ്പോൾ എ ഐ ഈസ് ഈക്വൽ ടു 2 raised to i divided by i raised to 8 ആണ് നമുക്ക് ith ടേം എ ഐ വരുന്നത്. ഇനി എ ഐ ബൈ എ ഐ മൈനസ് 1 എ ഐ ബൈ എ ഐ മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു ai, that is 2 raised to i by i raised to 8 divided by, ഇതിനെ നമുക്ക് ai minus 1 എന്തായിരിക്കും, 2 raised to i minus 1 divided by i minus 1 raised to 8 ആയിരിക്കും. അത് ഡിവൈഡ് ബൈ വരുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫോമിൽ കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ai by ai minus 1 is equal to this value എന്ന് കിട്ടും, റെസിപ്രോക്കൽ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ. ഇനി ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 2 raised to i ഉണ്ട്, ഇവിടെ 2 raised to i minus 1 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ ബാലൻസ് വരും, ബാക്കി എല്ലാം വെട്ടിപ്പോവും. അപ്പോൾ ഇവിടെ ഒരു 2 ബാലൻസ് വരും. പിന്നെ ഇവിടെ ഒരു i മൈനസ് 1 raised to 8 ഉണ്ട്, ഇവിടെ ഒരു i raised to 8 ഉണ്ട്. അത് വെട്ടാനൊന്നും പറ്റില്ല, അതിനെ കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം: i മൈനസ് 1 ബൈ i ദ ഹോൾ raised to 8 എന്ന് വെച്ചാൽ ഓരോന്നും raised to 8 എന്നല്ലേ, അപ്പോൾ ദ ഹോൾ raised to 8 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, നോക്കി ഇവിടെ മുകളിലും താഴെയും ഐ ഉണ്ട് കോമൺ ആയിട്ട്, നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഐയും കൂടി ക്യാൻസൽ ചെയ്ത് വെച്ചാൽ ലിമിറ്റ് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഐ ഔട്ട് സൈഡ് എടുക്കുക, ഇതിൽ നിന്നും ഐ ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്താൽ ഇവിടെ ബാക്കി ഉണ്ടാവാം ഈ ഐയും ഈ പുറത്തെടുത്ത ഐയും കൂടി വെട്ടിപ്പോവും. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക 1 ആണ്, ഇവിടെ 1/i ആണ് ബാക്കി ഉണ്ടാവുക, 1/i. ഓക്കെ,
അപ്പോൾ ബാലൻസ് 1 മൈനസ് 1/i ദ ഹോൾ റേസ് ടു 8 എന്ന് വരും. ഇനി അതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് വാല്യൂ ഓഫ് ai/ai - 1 is equal to 2 into ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1/i റേസ് ടു 8. അപ്പോൾ ഇതിൽ ഐക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോവും. ഇത് ടേം 0 ആയി പോവും. ബാക്കി ഉണ്ടാവുക 2 into 1 raised to 8 2 വരും. അപ്പോൾ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് പ്രകാരം സീരീസ് ദ ഗിവൺ സീരീസ് ഈസ് ഡൈവേർജൻറ്റ് എന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അടുത്തത് ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സിഗ്മ n equal to 1 to infinity 1/n factorial. n factorial എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 1 മുതൽ n വരെയുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതിക്കണേ, അല്ലെങ്കിൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. 1 into 2 into 3 into etc into n minus 1 into n എഴുതാം, അല്ലെങ്കിൽ n into n minus 1 into etc 3 into 2 into 1 എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചെഴുതിയാൽ അതൊന്നും പ്രശ്നമൊന്നുള്ള കേസല്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യം നോക്കാം, എന്നിട്ട് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ an എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/n ഫാക്ടോറിയൽ ആണ്. അപ്പോൾ an/an minus 1 കാൽക്കുലേറ്റ് ചെയ്യാം. ഐക്ക് പകരം an ആണെന്ന് മാത്രം, ആ സഫിക്സിൽ നൊട്ടേഷനിൽ മാത്രം വ്യത്യാസമുള്ളൂ, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1/n minus 1 ഫാക്ടോറിയൽ എന്നാണ് വരിക. 1/n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1/n minus 1 ഫാക്ടോറിയൽ. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ആ സ്റ്റെപ്സ് ഒക്കെ മിസ്സിംഗ് ആണ് കേട്ടോ. നിങ്ങളപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്ന പോലെ നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ ഇത് an/an minus 1 എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം കേട്ടോ നോട്ടിൽ. an/an minus 1 is equal to 1/n factorial the whole divided by 1/n minus 1 factorial. ഇനി അതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/n factorial into n minus 1 factorial by 1 എന്ന് വരും. അപ്പോൾ മുകളിൽ n minus 1 ഫാക്ടോറിയലും താഴെ n ഫാക്ടോറിയലും. n minus 1 ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്താൽ 1 into 2 into 3 into etc up to n minus 1 വരെ വരും. n ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്താൽ 1 into 2 into 3 into etc n minus 1 into n വരും അല്ലേ. അപ്പോൾ മുകളിൽ n minus 1 വരെയുള്ള പ്രൊഡക്റ്റുകളുണ്ട്, താഴെ n വരെയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന n minus 1 വരെയുള്ള പ്രൊഡക്റ്റുകൾ വെട്ടിപ്പോവും. മുകളിൽ n minus 1 വരെയുള്ള പ്രൊഡക്റ്റും താഴെയുള്ള n minus 1 വരെയുള്ള പ്രൊഡക്റ്റും വെട്ടിപ്പോവും. ബാലൻസ് മുകളിൽ 1 ഉണ്ടാവുള്ളൂ, താഴെ n ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇവിടെ ആ സ്റ്റെപ്സ് എഴുതണം. എളുപ്പമായതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ 1/n ആണ് കിട്ടുക. ഇതിൻ്റെ ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് മോഡ് an/an minus 1, ഇതൊക്കെ പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് മോഡ് എടുത്താലും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല, അത് തന്നെ സെയിം തന്നെ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n. 1/nൻ്റെ ലിമിറ്റ് 0 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ 0 വിച്ച് ഈസ് ലെസ് ദാൻ 1 അല്ലേ. ലെസ് ദാൻ 1 ആയതുകൊണ്ട് ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത പ്രോബ്ലം സിഗ്മ j equal to 1 to infinity bj divided by j factorial where b is any constant. ഇവിടുത്തെ b കോൺസ്റ്റന്റ് j അതോടുകൂടി മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, അടിയിൽ j ഫാക്ടോറിയൽ അതാണ് വന്നിരിക്കുന്നത്. ബി ജെ അല്ല കേട്ടോ, ബി റേസ് ടു ജെ ആണ്. അത് ഇവിടെ ഇവർ തിരുത്തി എഴുതിയിട്ടുണ്ട്, ബി റേസ് ടു ജെ ആണ്. അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിൽ നിങ്ങൾ തിരുത്തി എഴുതിക്കോളൂ, ബി റേസ് ടു ജെ ബൈ ജെ ഫാക്ടോറിയൽ എന്നാണ്. ബി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ്, ഏതാന്ന് പറഞ്ഞിട്ടില്ല, ഇനി കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം എ ജെ എഴുതാം. എ ജെ എന്ന് പറഞ്ഞാൽ ബി റേസ് ടു ജെ ബൈ ജെ ഫാക്ടോറിയൽ. ഇനി അടുത്തത് എ ജെ മൈനസ് 1, എ ജെ ബൈ എ ജെ മൈനസ് 1. എ ജെ മൈനസ് 1ൻ്റെ ഈ -1 ഈ സഫിക്സിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ധാരാളം ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചെഴുതണേ നോട്ട് എഴുതുമ്പോൾ. എ ജെ ഡിവൈഡഡ് ബൈ എ ജെ മൈനസ് 1 ആണ്. ഇവിടെ എ എൻ ഡിവൈഡ് ബൈ എ എൻ മൈനസ് 1 ആയിരുന്നില്ലേ. n മൈനസ് 1th ടൈമാണ് ഇവിടെ വരേണ്ടത്. അതുപോലെ ഇവിടെ ജെ മൈനസ് 1th ടൈമാണ് വരേണ്ടത്. അപ്പോൾ എ ജെ ഡിവൈഡഡ് ബൈ എ ജെ മൈനസ് 1, സഫിക്സിൽ ജെ മൈനസ് 1 വരും കേട്ടോ. അങ്ങനെയാണ് എഴുതേണ്ടത്. That is equal to b raised to j by j factorial divided by b raised to j minus 1 by j minus 1 factorial. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ഇങ്ങനെ തന്നെ ബി റേസ് ടു ജെ ബൈ ജെ ഫാക്ടോറിയൽ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ജെ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ബി റേസ് ടു ജെ മൈനസ് 1 എന്ന് വരും. ഓക്കെ, പിന്നെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ
ഇവിടെ ബി റേസ് ടു ജെ ഉണ്ട്, താഴെ ബി റേസ് ടു ജെ മൈനസ് 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത്രയും പവർ വെട്ടിപ്പോയിട്ട് ഇവിടെ എന്ത് ബാക്കി ഉണ്ടാവും? ഒരു ബി ബാക്കി ഉണ്ടാവും അല്ലേ. ബി റേസ് ടു ജെ മൈനസ് 1 വരെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അത്രയും ഭാഗം വെട്ടിപ്പോയിട്ട് ഇവിടെ ഒരു ബി റേസ് ടു 1 ബാക്കി ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കോഷ്യൻ റൂൾ ഉപയോഗിക്കുക ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബി ബാക്കി ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാലും മതി, ബി റേസ് ടു 5ഉം ബി റേസ് ടു 4ഉം ആണെന്ന് വിചാരിക്കരുത്. ഒരെണ്ണം കുറവ്, മുകളിലുള്ള പവറിനേക്കാളും ഒരെണ്ണമാണ് താഴെ കുറവ്. അപ്പോൾ ബി റേസ് ടു 5ഉം ബി റേസ് ടു 4ഉം ആണെങ്കിൽ നമ്മളത് വെട്ടിക്കളയുമ്പോൾ പിന്നെ ഒരു ബി അല്ലേ മുകളിൽ ബാക്കി ഉണ്ടാവുക. താഴെയുള്ളത് കംപ്ലീറ്റ് വെട്ടിപ്പോവും. ബി റേസ് ടു 4കൾ രണ്ടിൽ നിന്നും വെട്ടിപ്പോയിട്ട് ഒരു ബി മുകളിൽ ബാക്കി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ബി റേസ് ടു ജെ ബൈ ബി റേസ് ടു ജെ മൈനസ് 1ൻ്റെ കേസും. ഒരെണ്ണം കുറവാണ് താഴെ, അപ്പോൾ മുകളിൽ ഒരെണ്ണം ബാക്കി ഉണ്ടാവും വെട്ടിപ്പോയി കഴിയുമ്പോൾ. അപ്പോൾ ബി ബാക്കി ഉണ്ടാവും. പിന്നെ മുകളിൽ ജെ മൈനസ് 1 ഫാക്ടോറിയലും താഴെ ജെ ഫാക്ടോറിയലായിരിക്കും. റെസിപ്രോക്കലാക്കി എഴുതണട്ടതിന്, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ താഴെ ജെ ഫാക്ടോറിയലും മുകളിൽ ജെ മൈനസ് 1 ഫാക്ടോറിയലും ആണ്. അപ്പോൾ ഫാക്ടോറിയലിൻ്റെ ഡെഫിനേഷൻ പ്രകാരം മുകളിൽ 1 × 2 × 3 × എക്സെട്ര അപ് ടു ജെ മൈനസ് 1ഉം താഴെ 1 × 2 × 3 × എക്സെട്ര ജെ മൈനസ് 1 × ജെയും വരെ ഉണ്ടാവും. അപ്പോൾ ആ ജെ മൈനസ് 1 വരെയുള്ളത് മുകളിലും താഴെയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അടിയിലൊരു ജെ ബാലൻസ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്കിത് ബി ബൈ ജെ എന്ന് കിട്ടുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ വെറുതെ എഴുതി വെക്കാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം ക്ലിയർ ആവും കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ചെയ്ത് നോക്കാം. ഇനി ലിമിറ്റ് എടുത്താൽ ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എ ജെ ബൈ എ ജെ മൈനസ് 1 എടുത്താൽ ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി ബി ബൈ ജെ. അപ്പോൾ എന്തായാലും ജെ താഴെ ആയതുകൊണ്ട് ഈ വാല്യൂ ഈക്വൽ ടു 0 എന്ന് വരും. സോ ദ ഗിവൺ സീരീസ് ലെസ് ദാൻ 1 അല്ലേ, വാല്യൂ ഈസ് ലെസ് ദാൻ 1. സോ ദ ഗിവൺ സീരീസ് കൺവേർജസ് എന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പ്രോബ്ലംസ്. ഇനി നമുക്ക് റൂട്ട് ടെസ്റ്റ് നോക്കാം. റൂട്ട് ടെസ്റ്റ് എടുക്കുമ്പോൾ സിഗ്മ ഈക്വൽ ടു ഐ മൈനസ് 1 അല്ലാട്ടത്, ഐ ഈക്വൽ ടു 1 to infinity എ ഐ ബി ദ ഗിവൺ സീരീസ് ആൻഡ് സപ്പോസ് ദാറ്റ് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ബൈ മോഡ് എ ഐ റേസ് ടു 1 by i. അതായത് 1 by ith റൂട്ട് എടുക്കുക, റേസ് ടു 1 by i എടുക്കുക, 1 by ith റൂട്ട് എടുക്കുക. അതിൻ്റെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷ്യോ ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻസ് ഇതാണ്. ടെസ്റ്റ് ഇങ്ങനെയാണ്: ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ ഐ റേസ് ടു 1 by i ലെസ് ദാൻ 1 ആണ് എങ്കിൽ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഇനി ഈ റൂട്ടിൻ്റെ വാല്യൂ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് ശരിക്കും ith റൂട്ടാണ് കേട്ടോ. സ്ക്വയർ റൂട്ട് ആകുമ്പോൾ നമ്മളിവിടെ 1 by 2 ആണ്, റേസ് ടു 1 by 2 ആണ് എടുക്കണേ. ക്യൂബ് റൂട്ട് ആകുമ്പോൾ ഇവിടെ റേസ് ടു 1 by 3 ആണ് എടുക്കുന്നത്. ith റൂട്ട് ആകുമ്പോഴാണ് ഇവിടെ റേസ് ടു 1 by i നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ ഐ റേസ് ടു 1 by i ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. പിന്നെ മറ്റേതിലെ പോലെ തന്നെ വാല്യൂ ഈക്വൽ ടു 1 ആണ് എങ്കിൽ ടെസ്റ്റ് ഫെയിലാവും. നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. കൺവേർജ് ചെയ്യുന്നോ ഡൈവേർജ് ചെയ്യുന്നോ ഒന്നും പറയാൻ പറ്റില്ല, ടെസ്റ്റ് ഫെയിലാവും. അപ്പോൾ അങ്ങനെയുള്ള സീരീസുകളുടെ കാര്യം ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ടെസ്റ്റൊക്കെ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈക്വൽ ടു 1 ആണെങ്കിൽ. നിങ്ങൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ് എന്ന് എഴുതിയിട്ട് വേറെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ് കൺവേർജ് ആൻഡ് വിച്ച് ഡൈവേർജ്? ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് സിഗ്മ ഈക്വൽ ടു 1 to infinity ഐ സ്ക്വയർ ബൈ 2 raised to i ആണ്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ith റൂട്ട് എടുക്കുക. ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ ith റൂട്ട്, ഇവിടെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ ഇവിടെ നമ്മൾ 2 എന്നും ക്യൂബ് റൂട്ട് ആണെങ്കിൽ ഇവിടെ നമ്മൾ 3 എന്നൊക്കെ എഴുതില്ലേ. അപ്പോൾ ഇതിൻ്റെ ith റൂട്ട് ആയതുകൊണ്ടാണ് ഇവിടെ ഐ കാണിച്ചിരിക്കുന്നത് കേട്ടോ. റൂട്ടിൻ്റെ അവിടെ ഐ കാണിച്ചിരിക്കുന്നത്. ith റൂട്ട് ഓഫ് ഐ സ്ക്വയർ ബൈ 2 raised to i. ദാറ്റ് ഈസ് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ith റൂട്ട് ഓഫ് I square by ith root of 2 raised to i. That is limit I tends to infinity ith root of I whole square by ഈ 2 raised to i യുടെ ith root എടുക്കുമ്പോഴേ the whole raised to 1 by i നിർത്താൻ മതി. the whole raised to 1 by i നിർത്തുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് I raised to 1 by 2 the whole raised to 1 by i എന്ന് എഴുതാനായിട്ട് പറ്റും. അതുപോലെ ഇതിനെ നമുക്ക് 2 raised to i by 2 the whole raised to 1 by i എന്ന് എഴുതാനായിട്ട് പറ്റും. ആ രീതിയിൽ എഴുതിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ എന്തായാലും അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.